എടുത്തോ. ആർക്കാ? ആരോ നിലം വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നിലം വിൽക്കാൻ പോവാ? ആഭരണം വാങ്ങാനും പന്തലൊരുക്കാനൊക്കെ എന്തെല്ലാം ചെലവുണ്ട് നിന്റെ ചേച്ചിയുടെ കല്യാണത്തിന്. അത് കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. അതുകൊണ്ടൊരു 5 ഏക്കർ വിൽക്കാന്ന് വിചാരിച്ചു. എത്ര ചുരുക്കിയാലും 3 ലക്ഷത്തിൽ കുറയാതെ ചിലവ് വരും. നല്ല വിളവ് കിട്ടുന്ന നിലവാ. ഏത് കൃഷിക്കും 100 മേനിയാ കിട്ടുന്നേ, അറിയാവോ? നിങ്ങള് പണത്തിന് വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നു. ചോദിക്കുന്നതോ വലിയ വില. വലിയ വില. ഞങ്ങളുടെ അത്യാവശ്യം കണ്ട് നിങ്ങൾ മുതലെടുക്കാൻ നോക്കുക. അത് തന്നെ ഏട്ടാ. ആവശ്യക്കാരോട് വില കുറച്ചും പറയും ഇവര്, അല്ലാത്തവരോട് വില കൂട്ടിയും പറയും. പറഞ്ഞ ജോക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും പണത്തിന്റെ അത്യാവശ്യം അങ്ങേർക്കുണ്ട്, അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ സൈൻ ചെയ്യുന്ന സമയത്ത് 10 ലക്ഷമാണ് പൈസ കുറയാതെ തന്നേക്കാൻ ഞങ്ങള്. ഞങ്ങളെല്ലാവരും പഠിച്ച ഫാമിലിയാ, എല്ലാവർക്കും ഒപ്പിടാൻ അറിയാം. നിങ്ങളുടെ പേരക്കുട്ടി കൂടെ ഒപ്പിട്ട് തരുമവൻ. അത് ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. 3 ലക്ഷത്തിൻ്റെ വില വരുന്ന നിലം ഞാൻ 2 ലക്ഷത്തിന് വാങ്ങുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ നിങ്ങളത് വേറെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. അതിലെനിക്ക് പരിഭവമൊന്നുമില്ല. സ്റ്റാമ്പ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുപോവേണ്. ഞങ്ങളെ വിട്ടേരാ മൂർത്തി സാറേ. ഞങ്ങൾക്ക് നിങ്ങളെ നിലം വേണ്ട. എന്താ പെട്ടെന്ന് ഇങ്ങനെ? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, ഞാൻ പറഞ്ഞ റേറ്റ് പോരാഞ്ഞിട്ടാണോ, നിങ്ങളുടെ ചെറുമകന് ഈ സ്ഥലം വിൽക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞങ്ങളെ വിട്ടേക്കോ. വരട്ടെ സാർ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അവരുടെ മുന്നിൽ ഞങ്ങളെ നാണം കിടത്തണോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൻ ഇവിടെ ഉണ്ടെങ്കിൽ കല്യാണം മാത്രമല്ല, ഒരു പിറന്നാളാഘോഷം പോലും നടക്കില്ല. വാർത്തു വന്നെന്ന് പറഞ്ഞ ആഘോഷമല്ലായിരുന്നു ഇവിടെ. അതാണ് ഈ വീട്ടിലെ അവസാനത്തെ മംഗളകാര്യം. ചെറുമകനായാലും ആരായാലും നിലയ്ക്ക് നിർത്തണം.